ഹായ്, ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഹോട്ട് കോഫിയും ഒരു കോൾഡ് കോഫിയുമാണ്. സോ രണ്ടിനും വേണ്ട ഇൻഗ്രീഡിയൻസ് ഓൾമോസ്റ്റ് സെയിം ആണ്. ആകെ മിൽക്കിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ഒന്നിന് ഞാൻ ഹോട്ട് മിൽക്കാണ് എടുത്തിരിക്കുന്നത്, ഒന്നിന് ചിൽഡ് മിൽക്കാണ്. ഞാൻ ഫ്രിഡ്ജിൽ വെച്ചൊരു 5 to 6 hours തണുപ്പിച്ച മിൽക്കാണ്. സോ ഞാൻ ഹോട്ട് കോഫി ഉണ്ടാക്കുന്നത് ഈ മഗ്ഗിലും കോൾഡ് കോഫി ഞാൻ ഈ ഗ്ലാസ്സിലുമാണ് പോർ ചെയ്യാൻ വെച്ചിരിക്കുന്നത്. സോ ഇത് ചിൽഡ് മിൽക്കും ഇത് ബോയിൽഡ് മിൽക്കുമാണ്. പിന്നെ ഞാൻ ഷുഗർ ഒരു 3 ടേബിൾ സ്പൂൺ ഷുഗർ എടുത്തിട്ടുണ്ട്. കോഫി പൗഡർ ഞാൻ 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തത് ബ്രൂവിൻ്റെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ്. സോ നമുക്കിനി എങ്ങനെ കോഫി ഉണ്ടാക്കാമെന്ന് സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് ഞാൻ കോഫി പൗഡറിൻ്റെ അകത്തേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്യുകയാണ്. ഇത് കുറച്ചൊരു 2 ടേബിൾ സ്പൂണോളം മിൽക്ക് ആഡ് ചെയ്യുകയാണ്. ഒരു 2 ടേബിൾ സ്പൂണോളം ഞാനൊരു മിൽക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഇനി ഞാൻ ഈ ഫോർക്ക് കൊണ്ട് ഇതിനെ നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. നല്ലതുപോലെ ആ പഞ്ചസാരയും ബ്രൂവും ആ മിൽക്കും കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ആവണം. ഹാൻഡ് ബീറ്ററൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യുന്നതാണ് എളുപ്പം. ഇപ്പം എൻ്റെ ഹാൻഡ് ബീറ്റർ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഫോർക്ക് വെച്ചാണ് ചെയ്യുന്നത്. ഒരു 2-3 മിനിറ്റ്സ് ബീറ്റ് ചെയ്താൽ മതിയാവും. നമ്മുടെ ഇത് നല്ലപോലെ മിക്സായി വരുന്നുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് ഇത് വിപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാൻ ഏകദേശം 2 മിനിറ്റ് ബീറ്റ് ചെയ്ത് എനിക്ക് ഇങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസി, ഒരു ബാറ്റർ കൺസിസ്റ്റൻസി, നമ്മൾ ഈ കേക്കിലൊക്കെ ബാറ്റർ ഉണ്ടാക്കില്ല, ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടിയിരിക്കുന്നത്. ഇനി ഞാൻ ഏത് മഗ്ഗിലാണ് ഹോട്ട് കോഫി ഉണ്ടാക്കുന്നത്, സോ ആ മഗ്ഗ് ഞാൻ എടുത്തു. ഇനി അതിൻ്റെ അകത്തേക്ക് ഞാൻ ഒരു സ്പൂൺ ഒരു 1.5 സ്പൂൺ ഒഴിക്കാം, കാരണം കോഫി അല്ലേ. സോ ഇത്തിരി ഒരു കയ്പ്പ് മുകളിലോട്ട് നിൽക്കുന്നതാണല്ലോ കോഫി. സോ 1.5 ടേബിൾ സ്പൂൺ ഇത് ഒഴിച്ചിട്ട് ഞാനിതിൻ്റെ അകത്തോട്ടേക്ക് നമ്മുടെ ചൂട് മിൽക്ക് ഒഴിച്ചിട്ടുണ്ട്. സോ ഞാനിതൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇനി ഞാൻ ഈ അടിച്ച കോഫി ഒന്ന് ഈ മഗ്ഗിലോട്ടൊന്ന്, കോഫി എന്ന് പറഞ്ഞാൽ ഒന്ന് പതയൊക്കെ മുകളിൽ നിൽക്കണമല്ലോ. സോ അങ്ങനെ നമ്മുടെ ഹോട്ട് കോഫി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത് കൂൾ കോഫിയിലേക്ക് കടക്കാം. ഇപ്പോൾ ഞാൻ ഈ ഗ്ലാസ് ഒന്ന് ഗാർണിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ കോഫിയുടെ ഇതുകൊണ്ട് തന്നെയാണ് എടുത്തത്, ഗാർണിഷ് ചെയ്തത്. ഇനി ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഒരു സ്പൂൺ ഈ ഉണ്ടാക്കിയൊരു ബാറ്റർ 1.5 സ്പൂൺ ഒഴിക്കുകയാണ്. എന്നിട്ട് ഈ തണുത്ത മിൽക്ക്, ആ മിൽക്ക് ഞാൻ ഇതിൻ്റെ അകത്തോട്ടേക്ക് ഒഴിച്ചു, കാരണം ഒഴിക്കാനൊരു എളുപ്പമായത് കാരണം. ഇപ്പോൾ എനിക്ക് 1.5 സ്പൂണോളം ബാക്കിയുണ്ട്. ഇത് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ എത്ര ആൾക്കാരുണ്ടോ അതിനനുസരിച്ച് ഉണ്ടാക്കിയാൽ മതിയായിരിക്കും. ഇപ്പോൾ ഞാൻ ഇത് 2 സ്പൂൺ എടുത്തപ്പോൾ എനിക്ക് 3 പേർക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്.